ഹലോ വെൽക്കം ടു ലേണിനോ ദിസ് ഇസ് ധന്യ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പൈത്തണിൽ സെലക്ഷൻ ആൻഡ് ഐട്രേഷൻ ആണ്. മോഡ്യൂൾ 3 ആണ്. ഓക്കെ അപ്പം സെലക്ഷൻ ആൻഡ് ഐട്രേഷൻ യൂസിങ് പൈത്തൺ. അപ്പോൾ നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അതിൽ വരുന്ന കോൺസെപ്റ്റ്സ് ആണ് ഈ സെലക്ഷൻ ആൻഡ് ഐട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡിന്റെ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊരു കോഡിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റീവ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത് തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പം ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടി വരും, അതായത് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത് നമുക്ക് അതിനെ yes or no എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെലക്ഷൻ ആൻഡ് ഐട്രേഷൻ ഓപ്പറേഷൻസ് ആണ്. ഓക്കെ അപ്പൊ അങ്ങനെയുള്ള രണ്ട് കോൺസെപ്റ്റ് ആണ് സെലക്ഷൻ ആൻഡ് ഐട്രേഷൻ. അപ്പം ഈ സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണമെങ്കിൽ, ഓക്കെ അപ്പം നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ആണ് ശരിയെങ്കിൽ നമ്മൾ അത് ചെയ്യണം. അപ്പൊ അങ്ങനെ നമുക്ക് ഏതാണ് കറക്റ്റ് അതിനനുസരിച്ച് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെലക്ഷൻ ഓപ്പറേഷൻ ആണ്. ഓക്കെ അതല്ല നമുക്ക് കുറേ ആക്ഷൻസ് ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യണം. ഓക്കെ അപ്പം ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കിടന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ അങ്ങനെയുള്ള ആക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐട്രേഷൻ ഓപ്പറേഷൻസ് ആണ്. ഒരു സർട്ടൻ കണ്ടീഷന്റെ ബേസിലായിരിക്കും നമ്മൾ ആ ആക്ഷൻസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ അപ്പൊ അങ്ങനെയുള്ളതാണ് ഐട്രേഷൻ. അപ്പം ആദ്യത്തേത് സെലക്ഷൻ. അപ്പൊ സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അതായത് ഒരു കണ്ടീഷന്റെ ബേസിസിലാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ നമുക്കറിയാം ഒരു പ്രോഗ്രാമിംഗ് കോഡ് അല്ലെങ്കിൽ ഒരു കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ സ്റ്റേറ്റ്മെന്റ്സും അതിൻ്റെ ഉള്ളിൽ നമ്മൾ അല്ലെ കുറെ ബ്ലോക്സും അതിനകത്ത് കുറെ സ്റ്റേറ്റ്മെന്റ്സും. ഓക്കെ അപ്പം നമുക്ക് ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലേക്ക് നമുക്ക് ഡിഫറെന്റ് ബ്ലോക്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ അപ്പം അതിനുവേണ്ടി ഏത് ബ്ലോക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ബ്ലോക്കിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെലക്ഷൻ ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പം ആ ഒരു സെലക്ഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു ഇത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ അതൊരു കണ്ടീഷന്റെ ബേസിലായിരിക്കും ഈ ഒരു സെലക്ഷൻ നടക്കുന്നത്. ഓക്കെ അപ്പൊ അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നത് എൽഇഫും അതുപോലെ തന്നെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ്. ഓക്കെ അപ്പം അതിനുവേണ്ടി നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എൽഇഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ അപ്പം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെർജ് സോർട്ടിന്റെയും അതുപോലെ തന്നെ ടോപ്പ് 3 അതിന്റെ ബേസിസിലാണ്. ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ഒരു എക്സാമ്പിൾ ബേസിസിലാണ് പഠിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്കത് മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ ഇട്ടതാണ് കേട്ടോ. ഓക്കെ അപ്പം ഏജ് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ ഒരാളുടെ ഏജ് 20 ആണ് എന്നുള്ളതാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അപ്പം ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 പ്രിന്റ് യു ആർ ആൻ അഡൾട്ട്, എൽസ് print you are a minor. ഓക്കെ ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ ഇഫ് എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂസ് ടു ചെക്ക് എ കണ്ടീഷൻ. ഓക്കെ ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ കണ്ടീഷൻ. ഓക്കെ അപ്പൊ ഏജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 അതിന് മുകളിലാണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ എന്താ ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ യു ആർ ആൻ അഡൾട്ട്. ഓക്കെ എൽസ് പ്രിന്റ് യു ആർ എ മൈനർ. അപ്പൊ ഇവിടെ ഏജ് 20 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതായിരിക്കും പ്രിന്റ് ചെയ്യുക? ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, യു ആർ ആൻ അഡൾട്ട്. ഓക്കെ അപ്പം അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇനി എൽഇഫ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് അവിടെ 2-3 കണ്ടീഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ആയിട്ടാണ് വരുന്നത്, പ്രീവിയസ് കണ്ടീഷൻ ഫോൾസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കണ്ടീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൽഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ എൽസ് കണ്ടീഷൻ എന്താണ്? എൽസ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തേർഡ് കണ്ടീഷൻ അതായത് എൽസ് കണ്ടീഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ട്രൂ ആണെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ട് താഴെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അപ്പം എൽസ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ആണ്. കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫോൾസ് ആയിട്ടാ പോകുന്നതെങ്കിൽ മാത്രമായിരിക്കും എൽസ് കണ്ടീഷനിലേക്ക് വരുന്നത്. ഇനി എൽഇഫ് എന്ന് പറയുന്നത് 3 കണ്ടീഷൻസ് വരുവാണെങ്കിൽ പ്രീവിയസ് കണ്ടീഷൻസ് ഒക്കെ ഫോൾസ് ആയി പോകുന്ന സമയത്ത് എൽഇഫ് കണ്ടീഷൻ ഒരു കണ്ടീഷൻ കൂടി കൊടുക്കാൻ പറ്റും. ഓക്കെ അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് x equal to 10 y equal to 20. ഓക്കെ ഇഫ്
സോറി ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് വൈനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറയുന്നത്. ഇവിടെ എക്സ് 10 ആണ്, വൈ 20 ആണ് അല്ലെ. അപ്പം 10 എന്ന് പറയുന്നത് 20യെക്കാളും ഗ്രേറ്റർ അല്ല. സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അടുത്തത് ഈ ഒരു കണ്ടീഷൻ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ മാത്രമാണ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പ്രിന്റ് ചെയ്യേണ്ടത്. ഇനി ഇഫ് എക്സ് ലെസ് ദാൻ വൈ, ലെസ് ദാൻ വൈ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് എക്സ് ഇസ് ലെസ് ദാൻ വൈ. ഓക്കെ, അപ്പം ഇനി രണ്ട് കണ്ടീഷനും ട്രൂ അല്ല. ഓക്കെ, ഗ്രേറ്റർ ദാൻ വൈയോ അല്ല, ലെസ് ദാൻ വൈയോ അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു കണ്ടീഷൻ എന്തായിരിക്കും? രണ്ടും ഈക്വൽ ആവാനുള്ള ചാൻസസ് ആണുള്ളത്. അങ്ങനെ ഒന്നും അല്ല എങ്കിൽ പ്രിന്റ് എക്സ് ആൻഡ് വൈ ആർ ഈക്വൽ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അപ്പൊ ഇതാണ് നമ്മളുടെ സെലക്ഷൻ കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞത്. സെലക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ്, എൽസ്, എൽഇഫ്. ഓക്കെ, അപ്പൊ മൂന്ന് സാധനങ്ങളാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐട്രേഷൻ. ഐട്രേഷന് വേണ്ടിയിട്ട് സെലക്ഷൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഐട്രേഷൻ എന്ന് പറയുന്നത് ലൂപ്പാണ്. ലൂപ്പ്, അപ്പൊ നമുക്കൊരു ലൂപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അത് അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് കളിച്ചോണ്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ആ ഒരു, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് എത്ര തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ലൂപ്പിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും തവണ എക്സിക്യൂട്ട് ചെയ്തോളും. ഓക്കെ, അപ്പം രണ്ട് ടൈപ്സ് ഓഫ് ലൂപ്പാണ് പൈത്തണിലുള്ളത്. ഒന്ന് ഫോർ ലൂപ്പും പിന്നെ ഒന്ന് വൈൽ ലൂപ്പുമാണ്. ഓക്കെ, അപ്പൊ അവിടെ ഫോർ ലൂപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു റേഞ്ച്, ഇതൊക്കെ നമുക്കൊരു സീക്വൻസ് ആണ്. നമുക്കൊരു സീക്വൻസ് നമുക്ക് ഐട്രേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് iteration എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെന്റ് ടൈംസ്, നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ബ്ലോക്ക് ഓഫ് കോഡ് നമ്മളൊരു ഇതിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് റൺ ചെയ്യിപ്പിക്കുന്നതാണ്, എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഒരു ലിസ്റ്റ് എങ്ങനെ ലൂപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് എക്സാമ്പിൾസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ merge sort ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓർഡർ ആക്കുക അല്ലെ, ഒന്നുമില്ലെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് നമ്മൾ അത് മാറ്റി ആക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ നമുക്കിപ്പം ലിസ്റ്റിന്റെയും സ്ട്രിങ്ങും റേഞ്ചും ഒക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ ലൂപ്പിംഗ് ത്രൂ എ ലിസ്റ്റ്. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ, ആപ്പിൾ, ബനാന, ചെറി. അപ്പം ഇതാണ് ഫ്രൂട്ട്സ് ലിസ്റ്റ്. അപ്പം നമുക്ക് ഈ ഫ്രൂട്ട്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ്, അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട്സിന്റെ ഉള്ളിലുള്ള ഓരോ ഫ്രൂട്ടും നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് റൺ ചെയ്യണം. അപ്പൊ ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് അപ്പൊ പ്രിന്റ് ഫ്രൂട്ട്, ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഫ്രൂട്ട് ഏതൊക്കെയാണ് എന്നുള്ളത് പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, ഇതൊരു ലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഒരു റേഞ്ച് നമ്മൾ എങ്ങനെയാണ് ഐട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര മുതൽ ഇത്ര വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ 1 to 5 ആണ്, 0 to 4 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ടൈംസ് നമുക്ക് അത് റൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓരോ പ്രാവശ്യം 1 2 താഴെ വരണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി കൊടുക്കുന്നത് 4 I in range of 5. അപ്പൊ അവിടെ 5 ആണ് നമ്മുടെ റേഞ്ച്. 5 റേഞ്ച് എന്ന് പറയുമ്പോൾ 0 മുതൽ 4 വരെയാണ് പ്രിന്റ് ചെയ്യുന്നത്. പ്രിന്റ് I കൊടുത്തു കഴിഞ്ഞാൽ 0 1 2 3 4, അപ്പൊ അത്രയും 5 പ്രാവശ്യം അത് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പം ഇതാണ് ഫോർ ലൂപ്പിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ഫോർ എന്ന് പറഞ്ഞ് നമ്മൾ എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് നമ്മൾ അത് കൊടുക്കണം. അപ്പം സേ ലിസ്റ്റ് ആണെങ്കിലും അതെ, റേഞ്ച് ആണെങ്കിലും അതെ, സീക്വൻസ് ആണെങ്കിലും അതെ, നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ലൂപ്പാണ് വൈൽ ലൂപ്പ്. ഓക്കെ, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നത് വരേക്കും ആ ഒരു കണ്ടീഷൻ ആ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു കണ്ടീഷൻ എപ്പോൾ ട്രൂ ആവുന്നു, എപ്പോൾ ഫോൾസ് ആവുന്നു അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ആ കണ്ടീഷൻ ട്രൂ ആവുന്ന അത്രയും സമയം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊരു ഇൻഡെഫിനിറ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ഔട്ട്പുട്ട് നമുക്ക് നിൽക്കാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊരു ട്രൂ ആവുന്ന കണ്ടീഷൻ വേണം കൊടുക്കാൻ. അപ്പൊ വൈൽ ലൂപ്പ് കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നത് വരേക്കും ആ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. I equal to 0. ഓക്കെ, വൈൽ I less than 5, I 5ലേക്കാളും കുറവാവുന്നത് വരെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രിന്റ് I equal to I plus 1, I plus equal to 1, അതിന്റെ അർത്ഥം ഇൻക്രിമെന്റേഷൻ ആണ്. അപ്പൊ I equal to I plus 1 എന്നുള്ള രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ I plus equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I equal to I plus 1, അതാണ് അതിന്റെ ഒരു മീനിങ്. ഓക്കെ,
അവിടെ ഇൻഫിനിറ്റ് ലൂപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എത്ര പ്രാവശ്യം i പ്രിന്റ് ആവും? ഇപ്പൊ ഇവിടെ നോക്കൂ, ആദ്യത്തതിൽ i 0 ആണ്. ഓക്കെ, അപ്പൊ 0 എന്ന് പറയുന്നത് <5 ആണ്. അങ്ങനെയെങ്കിൽ പ്രിന്റ് i എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 0 വന്നു. ഇനി iന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. i ഈക്വൽ ടു i പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ i ഈക്വൽ ടു 0 പ്ലസ് 1 അല്ലെ. അപ്പം 0 പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആയി. അപ്പൊ ആ 1 എന്ന് പറയുന്നത് ഈ അടുത്ത iന്റെ വാല്യൂ 1 ആണ്. 1 is less than 5 അല്ലെ. സോ അതും 5നേക്കാളും കുറവാണ്. സോ അടുത്തത് പ്രിന്റ് ആയി. സോ 1. ഇനി അടുത്തത് വീണ്ടും i ഇൻക്രിമെന്റ് ചെയ്തു. ഇൻക്രിമെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂട്ടി വീണ്ടും 2 ആയി. ഓക്കെ, അപ്പൊ 2 എന്ന് പറയുന്നത് <5 ആണ്. സോ വീണ്ടും പ്രിന്റ് ആയി. അപ്പൊ അങ്ങനെ i 5 ആവുന്നത് വരെ 4 ആവുന്നത് വരെ പ്രിന്റ് ആവും. അതിനുശേഷം അടുത്തത് 5 ആണ് വരിക. 5 എന്ന് പറയുന്നത് <5 എന്ന് പറയാൻ പറ്റില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം <5 ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈൽ ലൂപ്പ് അവിടെ ക്ലോസ് ആവും. കാരണം <5 എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെയിം ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കത് 0 മുതൽ 4 വരെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ അവസാനിക്കുന്നത് വരെ അത് പ്രിന്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഈ സെലക്ഷൻ ഓപ്പറേഷനും ഐട്രേഷൻ ഓപ്പറേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് for i in range 1,11. അപ്പം 1 മുതൽ 10 വരെയാണ് ഇത് ലൂപ്പ് ചെയ്യേണ്ടത്. അതാണ് 1ന്റെയും 11ന്റെയും ഇടയിലുള്ള ആ ഒരു നമ്പറാണ് റേഞ്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഐട്രേഷൻ വന്നു, ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി i modular 2 equal 0 print f of i is even. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഐയുടെ വാല്യൂ ഒന്നാമത്തെ വാല്യൂ 1. അപ്പൊ 1 എന്ന് എടുത്തു അല്ലെ, 1 ആണ് വരുന്നത്. അപ്പൊ 1 മോഡുലർ 2 എന്ന് പറയുമ്പോൾ അവിടെ മോഡുലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ മോഡുലർ ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതായത് റിമൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. റിമൈൻഡർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. റിമൈൻഡറിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇപ്പം 1 divided by 2 എന്ന് പറയുന്നതിന്റെ റിമൈൻഡർ വാല്യൂ 0 ആണോ? അല്ല. ഓക്കെ, 1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ if കണ്ടീഷൻ false ആണ്. അപ്പൊ if 1 modular 2 equal 0 print f of i is even. അപ്പം ഇവിടെ തെറ്റാണ് അല്ലെ, ഇത് even അല്ല. സോ else കണ്ടീഷനിലേക്ക് പോകും. else കണ്ടീഷൻ എന്ന് പറയുന്നത് f of y is odd. ഓക്കെ, അപ്പൊ 1 modular 2 അപ്പൊ 1 എന്ന് പറയുന്നത് എന്താണ്? odd ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ 1 f of 1 is odd എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ അടുത്തത് 2. ഈ ഒരു ഫോർ ലൂപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പോകും. അടുത്തത് 2 ആണ്. 2 മോഡുലർ 2 എന്ന് പറയുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്താ വരാ? 0 ആണ് അല്ലെ. 2/2 എന്ന് പറയുമ്പോൾ 0 ആണ് വരുന്നത് റിമൈൻഡർ. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? നമ്മളുടെ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ട്രൂ ആയതുകൊണ്ട് തന്നെ ഇഫ് എൽസിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. പ്രിന്റ് എഫ് ഇസ് ഈവൺ. ഓക്കെ, അപ്പൊ അടുത്തത് രണ്ടാമത്തത് 2 ഈസ് ഈവൺ എന്ന് പ്രിന്റ് ചെയ്യും. സെയിം അങ്ങനെ അതുപോലെ തന്നെ 10 എണ്ണത്തിന്റെ വരും. അപ്പൊ 1, 3, 5, 7, 9 ഇതൊക്കെ നമുക്ക് ഓഡ് ആയിട്ട് വരും. അടുത്തത് 2, 4, 6, 8, 10 ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈവൺ ആയിട്ടും പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇത് നമുക്കൊരു ഓഡ് ഓർ ഈവൺ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഒരൊറ്റ പ്രോഗ്രാമിൽ നമ്മളത് ചെയ്തു. അപ്പൊ അങ്ങനത്തെ നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു സെലക്ഷനും ഐട്രേഷനും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ലൂപ്സിൽ യൂസ് ചെയ്യാവുന്ന കുറച്ച് ഓപ്പറേഷൻസ്, അതായത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബ്രേക്ക്, കണ്ടിന്യൂ, അതുപോലെ തന്നെ പാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് ഫുൾ ആയിട്ട് എക്സിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ പിന്നെ ഐട്രേഷൻസ് എക്സിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഐട്രേഷൻസ് ഒന്നും തന്നെ പെർഫോം ചെയ്യില്ല. അപ്പൊ നമുക്കൊരു ലൂപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഐട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്കത് ആ ഒരു കറണ്ട് ഐട്രേഷൻ നമുക്കത് വേണ്ട, സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കണ്ടിന്യൂ യൂസ് ചെയ്യാം. എന്നിട്ട് അടുത്ത ഐട്രേഷൻ ലേക്ക് പോകും. ഓക്കെ, ഇനി പാസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ചെയ്യുന്നില്ല. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ സിന്റാക്ടിക്കലി ആവശ്യമാണ്, എന്നാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ടെങ്കിൽ നമുക്ക് അവിടെ പാസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ i in range
1 to 10. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയാണ്. ഇവിടെ ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ 5 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ആണ് കേട്ടോ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ ഐയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എത്തുമ്പോൾ സ്റ്റോപ്പ് ആവണം അല്ലേ. അപ്പോൾ if i equals 5 ബ്രേക്ക്. ഓക്കെ, 5 എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറ്ററേഷൻസ് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് നമുക്ക് ആ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ അപ്പോൾ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഇനി ഇഫ് i മോഡുലാർ 2, അപ്പം ഐയുടെ വാല്യൂ, അതായത് മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ, അതിന്റെ റിമൈൻഡർ വാല്യൂ 0 ആണെങ്കിൽ അതെന്തായാലും അതെന്തായാലും ഈവൻ നമ്പർ ആയിരിക്കും അല്ലെ. ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഐട്രേഷൻ വേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, സോ നമുക്ക് അവിടെ അതിന് വേണ്ടി കണ്ടിന്യൂ യൂസ് ചെയ്യാം, സ്കിപ്പ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ i മോഡൽ 2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. സോ യൂസ് കണ്ടിന്യൂ. ഓക്കെ, അങ്ങനെയല്ല ഐയുടെ വാല്യൂ ഓഡ് നമ്പർ ആയിട്ട്, അപ്പം റിമൈൻഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ, വേറെ എന്തെങ്കിലും ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് i പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു 5 എത്തുന്ന സമയത്ത് ഇത് എക്സിറ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഓരോന്നും 1 ചെക്ക് ചെയ്യും. 1 ചെക്ക് ചെയ്യുമ്പോൾ i ഈക്വൽസ് 5 അല്ല, അവിടെ അപ്പോൾ ലൂപ്പ് അവിടെ റൺ ചെയ്യും. അതുപോലെ i മോഡുലർ 2 എന്ന് പറയുമ്പോൾ 0യും അല്ല, അത് വീണ്ടും നമുക്ക് റൺ ചെയ്യും, ഐട്രേഷൻ നടക്കും. അപ്പോൾ പ്രിന്റ് i എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 1 വന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് i എന്ന് പറയുമ്പോൾ 2 ഈക്വൽസ് 5 ആണോ? അല്ല, സോ അവിടെ ബ്രേക്ക് ഉണ്ടാവില്ല. അതിനുശേഷം 2 മോഡുലർ 2 ഈക്വൽ 0 ആണ്. 0 ആയതുകൊണ്ട് തന്നെ ആ ഐട്രേഷൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് വിൽ ഗോസ് ടു നെക്സ്റ്റ് ഐട്രേഷൻ. സോ ഇഫ് ഐയുടെ വാല്യൂ അപ്പോൾ 3 ആയിട്ട് മാറും. 3 ഈക്വൽസ് 5 ആണോ? അല്ല, സോ നോ ബ്രേക്ക്. അതുപോലെ തന്നെ 3 മോഡുലർ 2 എന്ന് പറയുന്നത് ഈക്വൽ 0 ആണോ? നോ, സോ ഇറ്റ് വിൽ പ്രിന്റ് ദ വാല്യൂ 3. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു ഐട്രേഷൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമ്പിൾ, ഫോർ i in range of 5, if i equals 3, pass. ഓക്കെ, എൽസ് പ്രിന്റ് i. അപ്പം ഇങ്ങനെ ഒരു ഇതിൽ പാസ്, നമുക്ക് എന്തിനാണ് പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഇത് എത്തുമ്പോൾ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാല്യൂ എത്തുമ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമുക്ക് അവിടെ വെറുതെ ഒരു സിൻടാക്സ് ഉണ്ട്, പക്ഷെ അത് സിൻടാക്ടിക്കലി അത് കറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ആ ഒരു ഐട്രേഷൻ ഒന്നും ചെയ്യണ്ട എങ്കിൽ നമുക്ക് ആ ഐട്രേഷൻ നമ്മൾ കണ്ടിന്യൂ പോലെ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ഡു നത്തിങ് ഫോർ i ഈക്വൽ ടു 3. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് ഐയുടെ വാല്യൂ 5 വരെയുള്ള റേഞ്ച് വരെ പോകും. അപ്പോൾ അവിടെ i ഈക്വൽ ടു 3 എത്തുമ്പോൾ അത് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അവിടെ ആ ഒരു ഐട്രേഷൻ നമുക്ക് ചെക്ക് ചെയ്യേ വേണ്ട, ഒന്നും ചെയ്യണ്ട. ഓക്കെ, സോ നമുക്ക് അവിടെ ഒരു പാസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം 3 അല്ലാത്ത കേസ് ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ആയി കൊടുക്കാം. അവിടെ നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്യും, 3യുടെ വാല്യൂ പ്രിന്റും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പാസിന്റെ യൂസ്. നെസ്റ്റഡ് ലൂപ്സ്, അത് നമ്മളിപ്പോൾ ലൂപ്പ് തന്നെ നമുക്ക് എന്താ, ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഐട്രേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ലൂപ്പിനെ തന്നെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും പല പ്രാവശ്യം. ഓക്കെ, അതിന് നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് എന്നാണ് പറയണത് കേട്ടോ. അപ്പം ഒരു ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ലൂപ്പ് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഐട്രേറ്റ് ചെയ്ത്, കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് എന്താ പറയുക, പ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കിപ്പം എത്ര മുതൽ എത്ര വരെ വേണമെങ്കിലും വെറും ഈ ഒരു 2 സ്റ്റേറ്റ്മെന്റിൽ 2 ലൂപ്പ് വേണ്ടി വന്നുള്ളൂ. 2 ഫോർ ലൂപ്പും 2 വേരിയബിൾസും വെച്ച് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആദ്യം ഫോർ i in range 1 to 4, ഇത് ഔട്ടർ ലൂപ്പാണ് കേട്ടോ, ആദ്യത്തെ i വാല്യൂ. ദെൻ രണ്ടാമത്തെ ലൂപ്പ് വരുന്നത് ഫോർ ലൂപ്പാണ്, വീണ്ടും ഫോർ ലൂപ്പാണ്, j വേരിയബിൾ ആണ് വരുന്നത്. ഫോർ j in range 1 to 4, ഇത് ഇന്നർ ലൂപ്പുമാണ്. ഓക്കെ, അതായത് നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ a into b എന്ന് പറയുന്ന 2 വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ആ a into b നെയാണ് i എന്ന് j എന്നും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ ഐയുടെ വാല്യൂ ഇപ്പൊ നമുക്ക് എത്രയാ, 1 മുതൽ 10 വരെ വേണമെങ്കിൽ നമുക്ക് 1 to 10 വേണമെങ്കിൽ കൊടുക്കാം. ഇതിൽ 4 കൊടുത്തിട്ടുള്ളത്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരെയാണ് പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 1 തൊട്ടിട്ട് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 1 to 10 വരെ ഐയുടെ വാല്യൂ കൊടുക്കാം അല്ലെ. 1 1s 1, 1 2s 2, അങ്ങനെ. അപ്പൊ ഐയുടെ വാല്യൂ ആദ്യം മാറുന്നില്ല. ഓക്കെ, ഐയുടെ വാല്യൂ ആദ്യം 1 ആണ്, മാറുന്നില്ല ആദ്യത്തെ ലൂപ്പിൽ. ഓക്കെ, ആദ്യത്തെ ഫോർ ലൂപ്പിൽ ഐയുടെ വാല്യൂ 1 ആണ്. ദെൻ ഇനി രണ്ടാമത്തെ j ലൂപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
ജെയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? 1 into 1, 1 into 2, 1 into 3, അങ്ങനെ 1 into 10 വരെ എത്ര വരെ ആച്ചു കഴിഞ്ഞാൽ എത്ര വരെ നമുക്ക് കൊടുക്കാം. ഇതിലിപ്പം 4 വരെയാണ് കൊടുത്തിട്ടുള്ളത്. 4 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3. അപ്പം ഇവിടെ ഐ വാല്യൂ മാറുന്നില്ല. ആദ്യം നമ്മൾ ഇന്നർ ലൂപ്പാണ് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഔട്ടർ ലൂപ്പ് അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ ലൂപ്പ് ജെ ലൂപ്പാണ് അല്ലേ? അപ്പം ജെ ലൂപ്പിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. പ്രിന്റ് എഫ് ഓഫ് ഐ ഇൻറ്റു ജെ ഈക്വൽ ടു ഐ ഇൻറ്റു ജെ. ഓക്കെ, ഇവിടെ പ്രിന്റ് ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ എന്താണ്? ആദ്യത്തെ വാല്യൂ 1 ആണ് അല്ലേ? ആദ്യത്തെ വാല്യൂ 1 ആണ്. ജെയുടെ ആദ്യത്തെ വാല്യൂ 1 തന്നെയാണ്. അവിടെ നമുക്കൊരു കൺഫ്യൂഷനും വേണ്ട. 1 into 1 ഈക്വൽ ടു 1. അപ്പൊ ആദ്യത്തെ പ്രിന്റിങ് ഇത് തന്നെയാണ്. 1 into 1 1. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും പോകുന്നത് ഔട്ടർ ലൂപ്പിലേക്കല്ല, ഇന്നർ ലൂപ്പിലേക്കാണ്. ഇന്നർ ലൂപ്പ് അവസാനിക്കുന്നത് വരെ ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഐയുടെ വാല്യൂ വീണ്ടും മാറുന്നില്ല, 1 തന്നെ. ഇനി ഫോർ ജെ ഇൻ റേഞ്ച് 1 കഴിഞ്ഞ് അടുത്തത് ഐ എന്താ വരിക? അല്ല സോറി, ജെ എന്താ വരിക? 2 ആണ് വരിക. അപ്പോൾ ജെയുടെ വാല്യൂ 2 മാറി. അഗെയിൻ ഐ 1 ആണ്, ജെ 2 ആണ്. ഈക്വൽ ടു ഐ ഇൻറ്റു ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 is 2 അല്ലേ? ഇനി വീണ്ടും നമ്മൾ വരുന്നത് എന്താണ്? ജെയുടെ ലൂപ്പിലേക്ക് തന്നെയാണ് പോണത്. അപ്പം ജെയുടെ ലൂപ്പിൽ പോകുമ്പോൾ ഐയുടെ വാല്യൂ മാറ്റില്ല. 1 ഇവിടെ 3 ആയി. ഓക്കെ, 1 into 3 is 3. ഇനി അടുത്തത് വരുമ്പോൾ 4 ആണ് വരുന്നത് അല്ലേ? അപ്പൊ റേഞ്ച് 4 എന്ന് പറയുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ വരെ വരുന്നുള്ളൂ കേട്ടോ. ജെയുടെ റേഞ്ച് എപ്പോഴും 1 താഴെയാണ് വരുന്നത്. സോ അവിടെ 3 വരെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെയുടെ ആദ്യത്തെ ലൂപ്പ് അവസാനിച്ചു. ഓക്കെ, അതിനുശേഷം ഇനി 4 ആയത് കൊണ്ട് തന്നെ ആ ലൂപ്പ് അവസാനിച്ചു. ഓക്കെ, ഇനി 4ന് എബവ് വരുന്ന റേഞ്ചിലേക്ക് അത് പോവില്ല, കാരണം റേഞ്ച് നമ്മൾ 1 to 4 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും 4ഉം 5ഉം 6ഉം ഒക്കെ വരും. 9, 10 വരെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 10 വരെ വരും. ഓക്കെ, അപ്പൊ 4 അവിടെ നിന്നു, അവസാനിച്ചു. ആ ലൂപ്പ് കഴിഞ്ഞു. അതിൽ അവസാനിച്ചപ്പോഴാണത് വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നത്. ഓക്കെ, ഔട്ടർ ലൂപ്പിലേക്ക് പോകുമ്പോൾ ഐയുടെ വാല്യൂ 1 ആയിരുന്നു. ഇനി അതൊന്ന് കൂടി 2 ആവും. ഓക്കെ, ഐയുടെ വാല്യൂ ഇപ്പൊ 2 മാറി. ഇനി ഐയുടെ വാല്യൂ 2 മാറുമ്പോൾ വീണ്ടും ജെ ലൂപ്പിലേക്ക് വന്നു. ജെ ലൂപ്പിലേക്ക് വന്നപ്പോൾ വീണ്ടും ആ റേഞ്ച് ഒന്നും കൂടി സ്റ്റാർട്ട് ആവും. ഓക്കെ, 1 ആണ്. 2 into ജെയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, ജെയുടെ വാല്യൂ 1 ആവുമ്പോൾ 2 into 1 is 2 അല്ലേ? അതിനുശേഷം വീണ്ടും എന്താ വരുന്നത്? ഐ വാല്യൂ അവിടെ മാറുന്നില്ല, ജെ വാല്യൂ തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നർ വാല്യൂ അഗെയിൻ ജെ വാല്യൂ 4 ആവുന്നത് വരെ ഈ ലൂപ്പും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ നമ്മളുടെ ഐ വാല്യൂ 3 ആവുന്നത് വരെ, കാരണം ഐയുടെ റേഞ്ച് നമ്മൾ 4 ആണ് കൊടുത്തിട്ടുള്ളത്. ഐയുടെ വാല്യൂ 3 കഴിഞ്ഞാൽ 4 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൂപ്പ് അവിടെ ക്ലോസ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരും. 1 into 1, 1 into 2, 1 into 3, 2 into 1, 2 into 2, 2 into 3, 3 into 1, 3 into 2, 3 into 3 അങ്ങനെ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ പ്രിന്റ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഈ റേഞ്ചിന്റെ ഇത് കൊടുക്കുന്നതിനനുസരിച്ച് ടേബിളിന്റെ ഏത് വരെ പോകണം, എത്ര വരെ വരണം എന്നുള്ളത് തീരുമാനിക്കും. ഓക്കെ, അപ്പം ഇത്രയും നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മെർജ് സോർട്ടിന്റെയും നിങ്ങളുടെ എക്സാമ്പിൾ പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.